ഈ വണ്ടി വർക്ക്ഷോപ്പും ആൾക്കാരും വണ്ടിപ്പണിയൊക്കെ കാണുമ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും നമുക്ക് ഏതോ ഒരു വണ്ടിക്ക് പണി കിട്ടിയെന്ന്. കേസ് കുറച്ച് നാൾ മുന്നേ എൻ്റെ വണ്ടി ഒരു ആക്സിഡൻറ്റിൽ പെട്ട് റോട്ടിലൊക്കെ നിരങ്ങി വണ്ടിക്ക് ഏതൊക്കെ പാർട്സിന് പണി കിട്ടിയെന്നൊക്കെ ഉള്ളത് കാണിച്ചു തന്നിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് 3 മാസത്തിന് ശേഷമാണ് ഞാൻ എൻ്റെ സാരഥി വീണ്ടും കണ്ടുമുട്ടുന്നത്. ഓ മൈ ഡാർലിങ്, സത്യമായിട്ട് ഈ സാധനത്തിന് ഇങ്ങനെ കണ്ടപ്പോഴല്ലോ എനിക്കുണ്ടായൊരു ഇമോഷൻ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടീനോട് എനിക്ക് ഇത്രയും അറ്റാച്ച്മെൻ്റ് ഉണ്ടോയെന്ന് വെച്ചാൽ എനിക്കറിയില്ലായിരുന്നു. ആദ്യമൊക്കെ ഈ വണ്ടി എന്നെയാണ് സഹായിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പം ഞാനതിന് മൂപ്പരെ നോക്കിക്കൊണ്ടിരുന്നത് കുറച്ച് നാളായിട്ടേ. ഈ വണ്ടി ഇടയിൽ ആക്സിഡൻ്റായി ഇങ്ങനത്തെ ഒരു അവസ്ഥയിലായി കണ്ടപ്പോൾ സത്യം പറയില്ല, എൻ്റെ നെഞ്ച് പൊടിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എങ്ങനെ അത് പറഞ്ഞറിയിക്കാമെന്ന് എനിക്കറിയില്ല. അതായത് ഒരു മനുഷ്യന് വണ്ടികളോട് എന്തായാലും അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞ് ഇത് ഓടിക്കുമ്പോണ്ടല്ലോ പക്ഷെ എനിക്ക് ആദ്യം നല്ല പേടിയായിരുന്നു. ആക്സിഡൻ്റ് ആയിട്ട് എൻ്റെ നല്ല ആക്സിഡൻ്റ് ആയത്. ബട്ട് സ്റ്റിൽ ആ ആക്സിഡൻറ്റ് വീഡിയോ കണ്ടിട്ടും വണ്ടിയുടെ അവസ്ഥയൊക്കെ കണ്ട് ഞാനും ഒന്ന് പേടിച്ച് പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് സന്തോഷമായിട്ട് വണ്ടി ഞാൻ ഓടിക്കുകയാണെങ്കിൽ ഇപ്പോഴാണ് ഈ വണ്ടിയായിട്ട് എനിക്ക് ഇത്ര അറ്റാച്ച്മെൻ്റ് ഉണ്ടെന്ന് എനിക്ക് തന്നെ മനസ്സിലായി. കാരണം ഞാൻ വീട്ടിൽ കാറാണ് എനിക്ക് വലുതെന്ന് പറഞ്ഞ് നടക്കുമായിരുന്നു. ബട്ട് ഇതാണ് എൻ്റെ എല്ലാം എന്ന് എനിക്ക് അപ്പോഴും. ഇതില്ലാത്തപ്പോൾ ഞാൻ ടോട്ടലി സ്റ്റക്കായിപ്പോയി. പല കാര്യങ്ങളും എൻ്റെത് മുടങ്ങി, എനിക്ക് ചെയ്യാൻ പറ്റാതെ പലരുടെ കാല് പിടിക്കേണ്ടി വരുന്നു, ഓട്ടോ വിളിക്കണം, അങ്ങനെ പല 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 ബുദ്ധിമുട്ടുകളായി. പിന്നെയെന്ന് പറഞ്ഞാൽ കാറ് കൊണ്ട് പോകുന്നൊരു എക്സ്പെൻസും മീറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതാകുമ്പോൾ കുറച്ചേ കുടിക്കും. അതിനെന്തായാലും കിട്ടിയ സന്തോഷത്തിലൊരു കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ച് അതിനെ ഇടയ്ക്കിടയ്ക്ക് നോക്കിയിരുന്ന് അതിൻ്റെ ഒരു സന്തോഷം അപ്പോൾ ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബായ്.